പ്രൈസ് ദി ലോർഡ്. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. ജീസസ് എവരിഡേ എന്ന ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ പുതുതായി പങ്കെടുക്കുന്നവർക്കും പ്രത്യേകം സ്വാഗതം അറിയിക്കുന്നു. കുടുംബമായിട്ട് വർഷങ്ങളായിട്ട് ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഒത്തിരി പേരെ കാണാൻ കർത്താവ് കൃപ തന്നു. എനിക്ക് ഏറ്റവും വലിയ സന്തോഷം, ഒത്തിരി വിലപ്പെട്ട ദൈവദാസന്മാർ എല്ലാ ദിവസവും രാവിലെ കുടുംബമായിട്ട് ഇത് ശ്രദ്ധിക്കുന്നത് കേട്ടപ്പോൾ ഞാനത് വലിയൊരു പദവിയായിട്ട് കാണുന്നു. അതെല്ലാം കേട്ടപ്പോൾ എനിക്ക് കുറച്ചുകൂടി പേടി തോന്നി. കർത്താവേ, ഞാൻ സംസാരിക്കുന്നതൊക്കെ എത്രയും വിലപ്പെട്ടവരോടാണ്. വളരെ നന്ദിയുണ്ട്. കർത്താവ് നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. ഈ ആഴ്ച നമുക്ക് ജയത്തിൻ്റെ ആഴ്ചയായിട്ട് മാറും. ഈ ആഴ്ച നമ്മുടെ അനുഗ്രഹത്തിൻ്റെ ആഴ്ചയാണ്. പോകുന്നിടത്തെല്ലാം അത്ഭുത വഴികൾ തുറക്കും. നമ്മൾ എന്തു പറയുന്നുവോ അതേ സംഭവിക്കും. മരണവും ജീവനും നമ്മുടെ നാവിൻ്റെ അധികാരത്തിലാണ്. അതിലിഷ്ടപ്പെടുന്നവൻ അതിൻ്റെ ഫലം അനുഭവിക്കുമെന്ന്. മോശമായ കാര്യത്തിൽ ഇഷ്ടപ്പെട്ടാൽ അതിൻ്റെ ഫലം അനുഭവിക്കും. നല്ല കാര്യങ്ങൾ പറയാൻ ഇഷ്ടപ്പെട്ടാൽ അതിൻ്റെ ഫലം അനുഭവിക്കും. എന്താണോ നമ്മുടെ ഇഷ്ടം, അതിന് പറ്റിയ വാക്കുകൾ നമ്മുടെ വായിൽ വരും. അപ്പോൾ നമ്മുടെ ഹൃദയം നിറഞ്ഞു കവിയുന്നതാണ് വായിൽ പ്രസ്താവിക്കുന്നത്. ഈ ആഴ്ച നമുക്ക് വിശ്വാസം പറയാം. നെഗറ്റീവ് പറയിപ്പിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ നമ്മുടെ ചുറ്റുമുണ്ട്. നമ്മുടെ സമൂഹം അതാണ്. നമ്മെക്കൊണ്ട് എങ്ങനെയെങ്കിലും നെഗറ്റീവ് പറയിപ്പിച്ച് നമ്മെ തരം താഴ്ത്തി കളയുക. എന്നാൽ സമൂഹം പറയുന്നതല്ല നമ്മൾ ഗ്രഹിക്കേണ്ടത്, ബൈബിൾ പറയേണ്ടതാണ്. അതിനുവേണ്ടി നമ്മെ ഒരുക്കാം. ഇതെല്ലാം ശ്രദ്ധിക്കുന്ന നിങ്ങളുടെ ദേശത്ത് ഒരു നല്ല ചർച്ചില്ലെങ്കിൽ നിങ്ങളവിടെ ഒരു നല്ല കൂട്ടായ്മ ആരംഭിക്കുക. ചിലർ പറയും, ഞങ്ങളുടെ നാട്ടിൽ ഒരു നല്ല ചർച്ച ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. നിങ്ങളാണ് അവിടുത്തെ ചർച്ച ആരംഭിക്കുന്നത്. നിങ്ങളുടെ വീട്ടിലൊരു പ്രെയർ അങ്ങോട്ട് തുടങ്ങും. നിങ്ങൾക്കറിയാവുന്ന പോസിറ്റീവ് കാര്യങ്ങളെല്ലാം പറ. ആ പ്രാർത്ഥന ഒരു വലിയ കൂടിവരവായി മാറട്ടെ. ആശംസിക്കുന്നു. കർത്താവ് അത് ചെയ്യും. ഭൂമിയുടെ അറ്റത്തോളം യേശുവിൻ്റെ സാക്ഷിയാകാനാണ് ദൈവം വിളിച്ചത്. ചിലർ പറയും, എനിക്ക് അങ്ങനെ ഒരു വിളിയൊന്നുമില്ല. ആര് പറഞ്ഞു? എല്ലാവരുടെ മേലൊരു വിളിയുണ്ട്. അതുകൊണ്ടാണല്ലോ ജീസസ് എവരിഡേ ശ്രദ്ധിക്കുന്നത്. കർത്താവ് ബലപ്പെടുത്തട്ടെ. റോമാലേഖനത്തിലേക്ക് വരാം. 5-ാം വാക്യത്തിലോട്ട് വരാം. ശനിയാഴ്ച നമ്മൾ സംസാരിച്ചത് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ എന്നൊരു വാക്കാണ്. പൗലോസ് പറഞ്ഞ വാക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. നമ്മൾ മുഖാന്തരം എല്ലാവർക്കും ഉണ്ടാകേണ്ടത് അതാണ്. 5-ാം വാക്യത്തിലോട്ട് വരുമ്പോൾ, ജഡ സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രനെന്ന് ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നവനാലല്ലോ ഞങ്ങൾ അവൻ്റെ നാമത്തിനായി സകല ജാതികളുടെ ഇടയിൽ വിശ്വാസത്തിനനുസരണം വരുത്തേണ്ടതിന് കൃപയും അപ്പോസ്തലത്വവും പ്രാപിച്ചത്. അതിൻ്റെ തുടക്കത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. ഈ വാക്യം തന്നെ നമുക്ക് 1-2 ദിവസം ചിന്തിക്കാനുള്ളതാണ്. യേശു ജഡ സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയായി ജനിച്ചു. എന്നാൽ മരിച്ചുയർത്തെഴുന്നേൽക്കയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ഒരു വലിയ ദൈവപ്രവൃത്തി നടന്നു. 2 കാര്യം കർത്താവിൽ നടന്നു. ജനനം, ദാവീദിന്റെ സന്തതി. ഒന്നുകൂടി പറഞ്ഞാൽ, പിറന്നത് ഒരു രാജാവായിട്ടാണ്. ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ നിവർത്താൻ വന്നവനാണ് കർത്താവ്. അപ്പോൾ ജഡ സംബന്ധിച്ച് ദാവീദിന്റെ കുടുംബത്തിലേക്ക് വന്നു. അങ്ങനെയാണ് ജോസഫിന്റെ മകനായി മറിയയിലൂടെ ജനിക്കുന്നത്. ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ നിവർത്തുവാൻ ദൈവത്താൽ അയക്കപ്പെട്ടവൻ. യാക്കോബ് അതിനെക്കുറിച്ച് പറയുന്നു. യേശുവിൻ്റെ അർദ്ധ സഹോദരനായ യാക്കോബ്, യെരുശലേം സഭയുടെ മൂപ്പനായി യാക്കോബ് പറയുന്ന ഒരു കാര്യമുണ്ട്. ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ നിവർത്തും എന്നൊരു വാക്ക് താൻ എടുത്തു പറയുന്നുണ്ട്. പഴയ നിയമത്തിൽ ഒരു പ്രവചന നിവർത്തി. ദാവീദിന്റെ സിംഹാസനത്തിന് അവസാനം ഉണ്ടാകത്തില്ലെന്ന് ദൈവം ദാവീദിനോട് പറഞ്ഞ വാക്ക് പാലിക്കുന്നതും ഇതിലൂടെയാണ്.
അങ്ങനെ യേശു കർത്താവിൻ്റെ ജനനത്തോടുള്ള ബന്ധത്തിൽ മറിയോട് പറയുന്നുണ്ട്, അവൻ വലിയവനാകും, അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാകില്ല, അവൻ്റെ പിതാവിൻ്റെ സിംഹാസനം ദൈവം എന്നേക്കുമായിട്ട് അവന് കൊടുക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഗബ്രിയേൽ മാലാഖയും ഇറങ്ങി വന്ന് കൂട്ടിച്ചേർക്കുന്നുണ്ട്. വാഗ്ദത്തങ്ങൾ പറഞ്ഞ ദൈവത്തിൻ്റെ പദ്ധതികളെ നിവർത്തിക്കുവാൻ കൂടിയാണ് ദാവീദിൻ്റെ സന്തതിയായിട്ട് യേശു കർത്താവ് വന്നത്. ദാവീദിൻ്റെ സന്തതിയായിട്ട് വരുമ്പോൾ ജനിക്കാനിടമില്ല, ജീവിക്കാൻ മാർഗമില്ല. നസറേത്തിൽ പാർക്കുമ്പോൾ നസറേത്തിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ അവിടെ കൊച്ചു കൊച്ചു മണ്ണുകൊണ്ടുള്ള വീടുകളാണ്, ജനാലകൾ പോലുമില്ലാത്ത ചെറിയ കൊച്ചു വീടുകൾ. അങ്ങനെയുള്ള വീടുകൾ കൊണ്ട് നിറഞ്ഞ, വളരെ ദാരിദ്ര്യം നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിലാണ് ജോസഫും മറിയയും ജീവിച്ചത്. ആ വീട്ടിലേക്കാണ് ആദ്യജാതനായിട്ട് യേശു വരുന്നത്. നോക്കണം, ആദ്യജാതൻ ദൈവത്തിനുള്ളത്. എല്ലാ പ്രവചനങ്ങളും യേശുവിൽ അങ്ങാട് നിവർത്തിയാകുന്നത് നമുക്ക് കാണാം. ആ കർത്താവ് വിശന്നവനും ദരിദ്രനും ഒന്നുമില്ലാത്തവനായി പറന്നു. എന്തുകൊണ്ട്? അവൻ്റെ ദാരിദ്ര്യത്താൽ നമ്മൾ സമ്പന്നരാകേണ്ടതിന് നമ്മൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. നമ്മൾ അറിയേണ്ട കാര്യം, എന്തിന് യേശു ഇങ്ങനെ പറഞ്ഞു? യേശുവിന് രാജകൊട്ടാരത്തിൽ പിറക്കാമായിരുന്നു. അങ്ങനെ തെറ്റിദ്ധരിച്ചാണ് വിദ്വാൻമാർ കൊട്ടാരത്തിൽ വന്ന് കയറിയത്. സ്വന്തമായിട്ട് നക്ഷത്രമുള്ളവൻ കുടിലിൽ കിടക്കേണ്ട കാര്യമുണ്ടോ? എന്നാൽ അവൻ നമുക്ക് വേണ്ടി ദരിദ്രനായി പറന്നു. ബലമുള്ളതിനെ ലജ്ജിപ്പിക്കാൻ ബലഹീനമായത് തിരഞ്ഞെടുക്കുന്നവൻ, എല്ലാമുള്ളതിനെ ഒന്നുമല്ലാത്തതാക്കാൻ ഒന്നുമില്ലാത്തവനായി പറന്നവൻ. ഇതെല്ലാം വായിക്കുമ്പോൾ ഇതെല്ലാം കർത്താവിൻ്റെ അനന്തമായ ജ്ഞാനമാണ്. അവൻ രോഗിയല്ലായിരുന്നു, രോഗിയെ പോലെയായിരുന്നു. അവന് രോഗമില്ല. അവൻ പാപിയല്ലായിരുന്നു, എന്നാൽ പാപിയെ പോലെ ക്രൂശിൽ തൂങ്ങി. അവനിൽ ശാപമില്ലായിരുന്നു, എന്നാൽ ശപിക്കപ്പെട്ടവൻ മരത്തിൽ തൂങ്ങുന്നു എന്ന് എഴുതിയിരിക്കുന്ന പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി. യേശു ദാവീദിന്റെ സന്തതിയായി വന്നു, മരിച്ച് അടക്കപ്പെട്ടു. എന്നാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രനെന്ന് ശക്തിയോടെ തെളിയിച്ചു. ജനനം കൊണ്ട് ദൈവപുത്രൻ എന്നല്ല, ജനനം കൊണ്ട് മനുഷ്യപുത്രൻ, മരണം കൊണ്ട് ദൈവപുത്രൻ. അപ്പൊ ജനനത്തെക്കാൾ മരണം വിലയേറിയത് എന്ന് ഇവിടെ കൊണ്ടുവരികയാണ്. നമുക്ക് ജനനമാണ് ആഘോഷം. ആരുടെങ്കിലും മരണത്തിന് കേക്ക് മുറിക്കാറുണ്ടോ? ഇല്ല. ജനനം ഭയങ്കര ആഘോഷമാണ്. എന്നാൽ മരണം വീണ്ടും ജനനത്തിൻ്റെ തുടക്കമാണ്. വീണ്ടും ഒരു ജീവിതമുണ്ടാകുകയാണ്. അതുകൊണ്ടാണ് ക്രിസ്തുവിൽ മരിച്ച മൃതന്മാർ ഭാഗ്യവാന്മാർ എന്ന് പറയുന്നത്. എത്ര വലിയൊരു പദവിയാണ്! ഒരുവന്റെ ജനനത്തെക്കാൾ മരണം ആഘോഷിക്കപ്പെടേണ്ടത് ക്രിസ്തുവിലുള്ള മരണമാണ്. അവിടെ വായിക്കുന്നു, ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതി, വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ. എങ്ങനെ? മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുക. നമ്മൾ ഇയ്യോബിന്റെ പുസ്തകം 8:7 കാണുന്നു, നിന്റെ പൂർവസ്ഥിതി ആരംഭം അല്പമായി തോന്നും, നിന്റെ അന്ത്യസ്ഥിതി അതിമഹത്തായിരിക്കും. ഇത് ക്രിസ്തുവിലാണ് കൂടുതൽ ശക്തിയോടെ കാണുന്നത്. ആരംഭത്തെക്കാൾ അതിമഹത്തായ അന്ത്യം. എത്ര വലിയൊരു അന്ത്യമാണ്! ക്രൂശിലെ കള്ളന് പോലും അത് ലഭിച്ചു. കർത്താവേ, നീ രാജാവാകുമ്പോൾ എന്നെ ഓർക്കണേ, ഇന്ന് നീ എൻ്റെ കൂടെ പറുദീസയിൽ. കള്ളന് പോലും മഹത്തായ അന്ത്യം ലഭിച്ചത്
നമുക്കവിടെ മനസ്സിലാക്കാൻ കഴിയും. ഇതെല്ലാം കേൾക്കുമ്പോൾ ഓരോ ദിവസം കഴിയുന്തോറും നമുക്ക് ദൈവഭയത്തിൽ നമ്മളെ തന്നെ സൂക്ഷിക്കാം. നമ്മുടെ കുറവുകളെ ദൈവസ്ഥലിൽ ഏറ്റു പറയാം. ഓരോ ദിവസം കഴിയുന്തോറും നമ്മുടെ അന്ത്യം അതിമഹത്തായി മാറുകയാണ്. അതുകൊണ്ട് ഏതെങ്കിലും തെറ്റിലകപ്പെട്ടെങ്കിൽ, കുറ്റകൃത്യങ്ങൾ, ഏതെങ്കിലും ഉപേക്ഷിക്കാൻ കഴിയാത്ത പാപമുണ്ടെങ്കിൽ, ഞാനും നിങ്ങൾ ദൈവസന്നിധിയിൽ വീഴണം. എന്നോട് ചേർന്ന് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം. യേശുവേ, എന്നോട് ക്ഷമിക്കണമേ. ഉപേക്ഷിക്കപ്പെടാത്ത ചില പാപങ്ങൾ എന്നിലുണ്ട്. അതിൽ നിന്ന് പൂർണ്ണമായി എന്നെ വിടുവിക്കണമേ. എന്നെ കഴുകണമേ. ആരംഭത്തേക്കാൾ നല്ലൊരു അന്ത്യത്തിലേക്ക് എന്നെ നയിക്കണമേ. യേശുവിൻ നാമത്തിൽ ആമേൻ. തുടക്കം ചെറുതും ഒടുക്കം അതിമഹത്വം. അതാണ് യേശു കർത്താവിൻ്റെ ജീവിതം. അത് തന്നെയാണ് യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്നത്. ഇത് നടപ്പിലാക്കാനാണ് പൗലോസിനെ വിളിച്ചതെന്നാണ് പൗലോസ് ഇവിടെ പ്രസ്താവിക്കുന്നത്. അതിലേക്ക് നമുക്ക് വീണ്ടും അടുത്ത ദിവസം വരാം. അതായത് നമ്മുടെ വിളി അതാണ്. ആരംഭത്തേക്കാൾ നല്ലൊരു അന്ത്യം ജനങ്ങളിൽ നടപ്പിലാക്കാൻ നമുക്ക് കഴിയും. ഏത് മനുഷ്യൻ്റെയും ആരംഭം, ചെല്ലു പറയില്ലേ പണ്ട് ഭയങ്കരമായിരുന്നു ഇപ്പോൾ ഒന്നുമില്ല, അല്ല, അന്ത്യം അതിമഹത്താക്കാൻ കഴിയും. നിങ്ങളുടെ തുടക്കത്തേക്കാൾ നിങ്ങളുടെ ഒടുക്കം ആത്മീയമായിട്ടും ഭൗതികമായിട്ടും ശാരീരികമായിട്ടും കുടുംബപരമായിട്ടും. കല്യാണം കഴിച്ച നാളിൽ ഭയങ്കര സമാധാനമായിരുന്നു പാസ്റ്റർ, ഇപ്പം എല്ലാം പോയി. ഇല്ല, അതിനേക്കാൾ നല്ല സമാധാനത്തിലേക്ക്, കല്യാണം കഴിഞ്ഞ നാളിലുള്ളതിനേക്കാൾ നല്ല സ്വസ്ഥതയിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബജീവിതത്തെ ഇനിയും അതിമഹത്തായ അന്ത്യത്തിലേക്ക് നിങ്ങളുടെ കുടുംബജീവിതം കൊണ്ടുവരാൻ കഴിയും. വിവാഹമോചനം കൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. പിന്നെ വേറൊരെണ്ണത്തിനെ കല്യാണം കഴിച്ചാൽ ഇതിനേക്കാൾ കഷ്ടമായിരിക്കും. രണ്ടാമത്തേനെ കല്യാണം കഴിച്ചുകൊണ്ട് വരുമ്പോഴാണ് പറയുന്നത്, ആദ്യത്തെ എന്ത് നല്ലായിരുന്നു. അങ്ങനെ ആ ശമരിയക്കാരിയുടെ കഥ പോലെയാണ്. 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, ഇപ്പോഴുള്ളതോ നിന്റെ ഭർത്താവല്ല. ഈ ഗതികേട് നമുക്കുണ്ടാകരുത്. ഒന്നൊന്നു മാറി പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ഉറച്ച നിലപാട് പാലിക്കണം. നമ്മുടെ കുടുംബജീവിതത്തെ നമുക്ക് ബലമുള്ളതാക്കി മാറ്റാൻ കഴിയും. നമ്മുടെ കുടുംബജീവിതം, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി, നമ്മുടെ സാമ്പത്തികം എല്ലാം അതിമഹത്തായിട്ട് ക്രിസ്തുവിൽ മനോഹരമാകും. ഉറച്ചു നിൽക്കുക, ബൈബിള് വായിക്കുക, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. നമുക്ക് ഒരുമിച്ച് അനുഗ്രഹങ്ങൾ കാണാൻ കഴിയും. പ്രാർത്ഥിക്കുക. യേശുവേ, ഇത് ശ്രദ്ധിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെ അന്ത്യം അതിമഹത്തായി മാറട്ടെ, അതിശ്രേഷ്ഠമായി മാറട്ടെ, വലിയ വിജയമായി മാറട്ടെ, വലിയ അനുഗ്രഹമായി മാറട്ടെ. അവരെ അനുഗ്രഹിക്കും. കുഞ്ഞുങ്ങളുടെ പരീക്ഷ നടക്കുന്ന സമയമാണല്ലോ. യേശുവിൻ്റെ നാമത്തിൽ ബോർഡ് എക്സാമിൽ ആയിരിക്കുന്ന കുഞ്ഞുങ്ങളെയെല്ലാം വലിയ ജയത്തോടെ പുറത്തു കൊണ്ടുവരണമേ. എല്ലാ കുഞ്ഞുങ്ങളുടെ പരീക്ഷകൾ അതിശ്രേഷ്ഠമായി തീരട്ടെ. ഏറ്റവും നല്ല ഓർമ്മശക്തിയും പഠിക്കാനുള്ള അറ്റ്മോസ്ഫിയറും നന്നായി എഴുതി വിജയിക്കാനുള്ള കൃപയും അവരുടെ മേൽ വരട്ടെ. അവരുടെ മാതാപിതാക്കളെ അനുഗ്രഹിക്കുന്നു, ആരോഗ്യത്തെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്നതാണ്. നിങ്ങളുടെ പ്രാർത്ഥന വിഷയം 1 മിനിറ്റിൽ താഴെ വാട്സാപ്പിൽ അയക്കുക. മറുപടി പ്രാർത്ഥനയായിട്ടും മറുപടികളായിട്ടും അയക്കുന്നതാണ്. ഗോഡ് ബ്ലെസ് യു. ആനന്ദ നദി എന്നിൽ ഒഴുകിടണേ, നോവുന്ന മുറിവുകൾ ഉണങ്ങിടണേ. ആദിയിലേതനിൽ ഒഴുകിയപ്പോ എൻ ഹൃദയത്തിൻ തോട്ടം നനച്ചിടണേ. കണ്ണീരെല്ലാം മാറിയിടുന്നേ, വെണ്ണീരെല്ലാം നീങ്ങിയിടുന്നേ. കണ്ണീരെല്ലാം മാറിയിടുന്നേ, വെണ്ണീരെല്ലാം. ഒന്നുകൂടെ, കണ്ണീരെല്ലാം മാറിയിടുന്നേ.
അഭിഷേക തൈലം എന്നെ പൊതിഞ്ഞിടുന്നേ. ചേർന്ന് മുട്ടോളം പോരായേ, അരയോളം പോരായേ, അളവ് കൂടാതെ പരിശുദ്ധാത്മാവേ വാ. ചേർന്ന് മുട്ടോളം പോരായേ, അരയോളം പോരായേ, അളവ് കൂടാതെ ജീവനദി എന്നിൽ, ജീവനദി എന്നിൽ ഒഴുകുന്നതാ, മരണയോർദാൻ തൊടുകയില്ല. ചേർന്ന് ജീവനദി എന്നിൽ ഒഴുകുന്നതാ, മരണയോർദാൻ തൊടുകയില്ല. സ്വർഗീയ തീ എന്നിൽ കത്തുന്നതാ, ഉലകവെയിലിൽ വാടുകില്ല. സ്വർഗീയ തീ എന്നിൽ കത്തുന്നതാ, ഉലകവെയിലിൽ വാടുകില്ല. അഗ്നിമതിൽ ചുറ്റുമുണ്ട്, തങ്കപ്രാവിൻ ചിറകുണ്ട്. അഗ്നിമതിൽ ചുറ്റുമുണ്ട്, തങ്കപ്രാവിൻ ചിറകുണ്ട്. അഭിഷേക തൈലം എന്നെ പൊതിഞ്ഞിടുന്നേ. ചേർന്ന് മുട്ടോളം പോരായേ, അരയോളം പോരായേ, അളവ് കൂടാതെ പരിശുദ്ധാത്മാവേ വാ. മുട്ടോളം പോരായേ, അരയോളം പോരായേ, അളവ് കൂടാതെ പരിശുദ്ധാത്മാവേ വാ. അനുഗ്രഹ നദി ഒഴുകുന്നതാൽ തിന്മയെല്ലാം മാറിടുന്നേ. അനുഗ്രഹ നദി ഒഴുകുന്നതാ, തിന്മയെല്ലാം മാറിടുന്നേ. സ്വസ്ഥ ജലനദി ഒഴുകുന്നതാ, കർത്തനിൽ എൻ വിശ്രമമേ. സ്വസ്ഥ ജലനദി ഒഴുകുന്നതാ, കർത്തനിൽ എൻ വിശ്രമം. പാനപാത്രം കവിയണം, അഭിഷേകം ഏറെ വേണം. പാനപാത്രം കവിയണം, അഭിഷേകം ഏറെ വേണം. വിളക്കതിൽ എണ്ണയുമായി ഒരുക്കിടണേ. മുട്ടോളം പോരായേ, അരയോളം പോരായേ, അളവ് കൂടാതെ പരിശുദ്ധാത്മാവേ വാ. മുട്ടോളം പോരായേ, അരയോളം പോരായേ, അളവ് കൂടാതെ പരിശുദ്ധാത്മാവേ വാ. ആനന്ദ നദി വിടൊഴുകുന്നുണ്ട്, ദാഹമുള്ളവരത് അറിയുന്നുണ്ട്. ആനന്ദ നദി വിടൊഴുകുന്നുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നു? ആദിയിലേതനിൽ ഒഴുകിയപ്പോൾ എൻ ഹൃദയത്തിൻ തോട്ടം നനയ്ക്കുന്നുണ്ട്. ആദിയിലേതനിൽ ഒഴുകിയപ്പോൾ എൻ ഹൃദയത്തിൻ തോട്ടം നനയ്ക്കുന്നുണ്ട്. അവലോടെ ആർത്തിയോടെ വാഞ്ചയോടെ ഏറെ ദാഹമോടെ ചേർന്ന് അവലോടെ ആർത്തിയോടെ വാഞ്ചയോടെ ഒരിക്കൽ കൂടി അവലോടെ ആർത്തിയോടെ വാഞ്ചയോടെ
ചുറ്റുമുണ്ട്, തങ്കപ്രാവിൻ ചിറകുണ്ട്, അഭിഷേക തൈലം എന്നെ